നമസ്കാരം. ഞാൻ ഡോക്ടർ എസ് ലാൽ, UDF നിയമിച്ച ഹെൽത്ത് കമ്മീഷൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്കാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. 1.5 മാസം മുമ്പാണ് UDF ഒരു ഹെൽത്ത് കമ്മീഷനെ നിയമിച്ചത്. ഒരുപക്ഷേ ഇന്ത്യയുടെയോ കേരളത്തിൻ്റെയൊക്കെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു രാഷ്ട്രീയ മുന്നണി ഒരു ഹെൽത്ത് കമ്മീഷനെ നിയമിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം ഞാൻ പറയാതെ തന്നെ പലർക്കും അറിയാമെന്ന് ഞാൻ ഊഹിക്കുകയാണ്. കേരളത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആരോഗ്യരംഗത്ത് മുന്നിലാണ്. ഇന്ത്യയിലെ ശരാശരിയൊക്കെ നോക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും മുന്നിലാണ് ചില കാര്യങ്ങൾ. ഉദാഹരണം, നമ്മളാണ് ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്ന മനുഷ്യർ. പുരുഷായുസ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ. മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കും ഒക്കെ ഇന്ത്യയിൽ ഏറ്റവും കുറവ് കേരളത്തിലാണ്. അത് പണ്ടേ അങ്ങനെയാണ്, സ്വാതന്ത്ര്യത്തിന് മുമ്പേ അങ്ങനെയാണ്. 80കളിലൊക്കെ അത് രേഖപ്പെടുത്തി നമ്പർ 1 സ്റ്റേറ്റാണെന്ന് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ആരോഗ്യരംഗത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാ കാര്യത്തിലും മുന്നിലെന്ന് അല്ല എന്ന കാര്യം നമുക്ക് തിരിച്ചറിയാം. ഇപ്പോൾ ആത്മഹത്യയുടെ കാര്യം എടുത്താലോ, അല്ലെങ്കിൽ രക്തസമ്മർദ്ദം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കാര്യത്തിലോ, ഹൃദ്രോഗത്തിൻ്റെ കാര്യത്തിലോ, പ്രമേഹ രോഗത്തിൻ്റെ കാര്യത്തിൽ, ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയില്ല. റോഡ് അപകടത്തിൻ്റെ കാര്യത്തിൽ അതുപോലെയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് അപകടം മരണങ്ങളുണ്ടാകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ചിലരും നമ്മൾ മാതൃകയില്ല. അതിന് കാരണമുണ്ട്. നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ സംഭാവനയാണ് കേരളം ആരോഗ്യരംഗത്ത് നമ്പർ 1 ആകാനൊരു പ്രധാന കാരണം. ജനങ്ങളുടെ വിദ്യാഭ്യാസം, ആരോഗ്യ അവബോധം, സ്ത്രീകളുടെ സാക്ഷരത, ഇതൊക്കെയാണ് പ്രധാന കാരണങ്ങൾ, മറ്റു പല കാരണങ്ങളുള്ളപ്പോൾ തന്നെ. അപ്പോൾ മറ്റ് ചില ഘടകങ്ങൾ പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഒന്നാമത് നമ്മുടെ ജനസാന്ദ്രത കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ നഗരവൽക്കരണമുണ്ട്. പിന്നെ ആശുപത്രികൾ നമ്മുടെ ആവശ്യത്തിന് തികയാതെ വരുന്ന സാഹചര്യങ്ങൾ. 70% ജനങ്ങൾ സ്വകാര്യ ആശുപത്രികളെ സമീപിക്കുന്നു രോഗം വരുമ്പോൾ. സ്വകാര്യ ആശുപത്രികളിലെ ചെലവ് താങ്ങാൻ പറ്റായിക. ആരോഗ്യരംഗത്ത് ഗവൺമെൻറ്റുകളുടെ നീക്കിയിരിപ്പ് കുറവ് കാര്യമായിട്ടില്ല. സംസ്ഥാന GDPയുടെ 1% ഉള്ളൂ ഗവൺമെൻറ് മാറ്റിവെക്കുന്നത്. ബജറ്റിൻ്റെ 5% ഉള്ളൂ, അതിൽ 4% മാത്രമേ ചിലവഴിക്കുന്നുള്ളൂ. ഇങ്ങനെ വ്യത്യസ്ത കാരണങ്ങളാൽ നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഈ ആരോഗ്യ മേഖല നേരിടുന്നു പറയുമ്പോൾ അത് ജനങ്ങൾ അനുഭവിക്കുന്നത്. സാധാരണക്കാർ, പണമില്ലാത്ത മനുഷ്യരാണ് സർക്കാർ ആശുപത്രിയിലേക്ക് അസുഖം വരുമ്പോൾ ഓടിച്ചെല്ലുന്നത്. അവരുടെ പണവും നഷ്ടമാകും, ഒരുപക്ഷെ രോഗവും പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാതെ വരുന്നു. കാരണം ഡോക്ടർമാരുടെ കുറവുണ്ട്, നഴ്സുമാരുടെ കുറവുണ്ട്, ആശുപത്രി ഉപകരണങ്ങളുടെ കുറവുണ്ട്. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ പോലും പുറത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥയുണ്ട്. ഇതെല്ലാം കൂടെ ഉള്ളത് കാരണം ആരോഗ്യരംഗത്ത് പ്രശ്നങ്ങൾ സങ്കീർണമായിരിക്കുകയാണ്. ഇത് നേരിട്ട് ബാധിക്കുന്നത് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലും സ്വാഭാവികമായിട്ടും സർക്കാർ, ഇപ്പോൾ ഭരിക്കുന്ന സർക്കാർ, ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് അവരുടെ രാഷ്ട്രീയ ആവശ്യമാണ്. അത് പറയുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് സാധാരണക്കാർ വിചാരിക്കുക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എല്ലാ സൗകര്യം ഉണ്ടെന്ന് മന്ത്രി പറയുന്നു. ജനങ്ങളെല്ലാം കൂടെ അവിടെ ചെല്ലും. കാർഡിയോളജി വകുപ്പിൽ ഒരു ദിവസം 700 പേരാണ് ചെല്ലുന്നത്. ഡോക്ടർമാരെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. ചികിത്സിക്കാൻ ശ്രമിച്ചാൽ പോലും അതിനകത്ത് ഗുണനിലവാരം ഇല്ലാതായിപ്പോൾ 2 പേര് 700 പേര് നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇതുപോലത്തെ നിരവധി പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങൾക്ക് നേരെ കണ്ണടച്ചിരിക്കാൻ ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ സമൂഹത്തിനോ കഴിയില്ല. അതുകൊണ്ടാണ് UDF ഒരു കമ്മീഷൻ നിയമിച്ചത്. കമ്മീഷൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? എന്താണ് കേരളത്തിലെ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ, അത് കണ്ടുപിടിക്കുക. നമുക്കറിയാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ അറിയാത്തതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് പാവങ്ങളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെയും ഒന്നും പ്രശ്നങ്ങൾ പുറത്തറിയുന്നത് പോലുമില്ല. ചെറിയ ചെറിയ ഗ്രാമങ്ങളിലെ ചെറിയ ചെറിയ ആശുപത്രികൾ, അവിടുത്തെ പ്രശ്നങ്ങൾ ആരും അറിയുന്നത് പോലുമില്ല. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ചിലപ്പോൾ അത് പരിഹരിക്കുന്നത് പോലും. ഇത്തരം പ്രശ്നങ്ങൾ മുഴുവൻ, വലുതും ചെറുതുമായിട്ടുള്ള പ്രശ്നങ്ങൾ മുഴുവൻ കണ്ടുപിടിക്കുക. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് കൃത്യമായ വിശകലനം നടത്തുക. ഇതിനൊക്കെ എന്തൊക്കെ നമുക്ക് പരിഹാര മാർഗ്ഗങ്ങൾ ഉണ്ടെന്ന് അന്വേഷിക്കുക. പരിഹാര മാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നതായിരിക്കണം. നമുക്ക് പണം കൂടുതൽ ആരോഗ്യരംഗത്ത് വേണ്ടി വരും, പക്ഷേ എല്ലാ പണവും ആരോഗ്യരംഗത്ത് ഉപയോഗിക്കാനും പറ്റില്ല. അപ്പോൾ നമുക്ക് ഔട്ട്സൈഡ് ബോക്സ്, അല്ലെങ്കിൽ പെട്ടിക്ക് പുറത്തേക്ക് ചിന്തിക്കേണ്ടി വരും. പക്ഷേ അത് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം. അപ്പോൾ കേരളത്തിലെ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് വിശദമായി അന്വേഷിക്കുക, അവയ്ക്കുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുക. ഇതാണ് ഹെൽത്ത് കമ്മീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പ്രവർത്തനത്തിലാണ് ഞങ്ങൾ. ഒരുപാട് പേര് ഇതിനുവേണ്ടി സഹകരിക്കുന്നുണ്ട്. ഒരു 300-ലധികം എക്സ്പേർട്സ്, വിദഗ്ധരുമായിട്ട് ഞാൻ നിത്യവും അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള സമ്പർക്കത്തിലാണ്. ഇവരെല്ലാവരും ഉപദേശങ്ങൾ തരുന്നുണ്ട്. അതിനകത്ത് പലർക്കും രാഷ്ട്രീയ വ്യത്യാസം പോലുമില്ല. ഇടതുമുന്നണിയോടൊക്കെ യോജിച്ച് നിൽക്കുന്ന ഡോക്ടർമാർ. എന്നാൽ പ്രാധാന്യം അവർ കൂടുതൽ കൊടുക്കുന്ന മനുഷ്യജീവനാണ്, ആരോഗ്യത്തിനാണ്. അത്തരം ഡോക്ടർമാരും അത്തരം ആരോഗ്യ പ്രവർത്തകരും അവരുടെ രാഷ്ട്രീയം പോലും മറന്നിട്ട് എന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ എന്നോട് വിളിച്ച് പറയുന്നുണ്ട്. നമ്മൾ സാധാരണ മനുഷ്യരെ തൊട്ട് വെറും നമ്മൾ പുറത്ത് വെച്ച് കാണുന്ന
ആരോഗ്യരംഗമായിട്ട് പ്രത്യേകിച്ച് ഒരു ബന്ധമില്ലാത്ത മനുഷ്യർ തൊട്ട് ആശാ വർക്കർമാർ, ആരോഗ്യ പ്രവർത്തകർ, നഴ്സുമാർ, ഡോക്ടർമാർ, ആരോഗ്യരംഗത്ത് ഗവേഷണം നടത്തുന്നവർ, ആരോഗ്യരംഗത്ത് വിദ്യാർത്ഥികൾ, മെഡിക്കൽ വിദ്യാർത്ഥികൾ, സാമൂഹ്യ പ്രവർത്തകർ, ഇങ്ങനെ എല്ലാവരുമായിട്ടും നമ്മൾ സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. 1.5 മാസത്തെ ഈ ഒരു പണി വളരെ കടുത്ത പണിയായിരുന്നു. എളുപ്പമല്ല, ഒരുപാട് പേരെന്നെ സഹായിക്കാനുണ്ടെങ്കിൽ പോലും എളുപ്പമുള്ള പണിയല്ല. പക്ഷേ അത് ഞങ്ങൾ ഒട്ടും വിശ്രമമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ 22-ാം തീയതി നമ്മുടെ കോൺക്ലേവാണ്, ഹെൽത്ത് കോൺക്ലേവാണ്. അവിടെ നമ്മൾ ഈ വിഷയങ്ങളൊക്കെ, പ്രധാന തലക്കെട്ടുകളൊക്കെ അവതരിപ്പിക്കും. ഒരു 150ഓളം പ്രബന്ധങ്ങൾ, 150ഓളം പ്രസിദ്ധരായിട്ടുള്ള 150ഓളം എക്സ്പേർട്സ്, വിദഗ്ധർ അവിടെ വരും. ഒരു 10-15 വിഷയങ്ങൾ അവിടെ അവതരിപ്പിക്കും. അതിനകത്ത് ചർച്ചയുണ്ടാവും. അതിനകത്ത് സ്വീകരിക്കാവുന്നത് ഉൾക്കൊള്ളുകയും നടപ്പിലാക്കാൻ പറ്റാത്തവ ബഹിഷ്കരിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ചർച്ച, വിശദമായ ചർച്ച അവിടെ ഉണ്ടാവും. അതിനുശേഷം വരുന്ന ദിവസങ്ങൾ UDF പറയുന്ന രീതിയിൽ, പറയുന്ന തീയതിയിൽ നമ്മുടെ ഇതിൻ്റെ റിപ്പോർട്ടും ഉണ്ടാവും. അത് UDF ആയിരിക്കും ആ തീയതിയൊക്കെ പ്രഖ്യാപിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കും.